അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26 വെള്ളിയാഴ്ച. കനത്ത ചൂടിലും സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടടുത്ത് പോളിംഗ് ശതമാനം 50 കടന്നതായി റിപ്പോർട്ട്. വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം പലയിടങ്ങളിലും പോളിംഗ് വൈകി. വിവിപാറ്റ് പൂർണ്ണമായി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടന്നതിന് തെളിവുകളില്ലാതെ സംശയത്തിന്റെ പേരിൽ വിവിപാറ്റുകൾ എണ്ണാൻ ഉത്തരവിടാനാകില്ലെന്ന് സുപ്രീം കോടതി വാദത്തിനിടെ പറഞ്ഞു. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്നും ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കുമെന്നും കോടതി വ്യക്തമാക്കി. വീട്ടിൽ നിന്ന് കാൽനടയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. കുടുംബത്തോടൊപ്പം എത്തിയ പിണറായി വിജയൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തും കുശലം പറഞ്ഞുമാണ് ബൂത്തിലേക്ക് നടന്നത്. പിണറായിയിലെ അമല UP സ്കൂളിലെ 161 നമ്പർ ബൂത്തിലായിരുന്നു പിണറായിക്കും കുടുംബത്തിനും വോട്ട്. LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുമെന്നും BJPക്ക് പൂജ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യം ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഇന്ത്യ ജീവിക്കണം എന്നാണ് ഉത്തരം കൊടുക്കേണ്ടതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനരോഷത്തിൽ LDFും BJPയും തകരുമെന്നും കേരളത്തിൽ മുഴുവൻ സീറ്റും കോൺഗ്രസ് നേടുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. തിരുവനന്തപുരത്ത് ജഗതി UP സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങവെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. തനിക്കെതിരെ K സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ. എന്നാൽ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം EP സ്ഥിരീകരിച്ചു. തന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി ജാവ്ദേക്കർ കണ്ടുവെന്നും വീട്ടിൽ വന്നയാളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയുമോ എന്നും EP ചോദിച്ചു. EP ജയരാജന് ജാഗ്രതക്കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദല്ലാൽ നന്ദകുമാറുമായുള്ള അടുപ്പത്തിൽ EP ജയരാജനെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും ഇത്തരക്കാരുമായി പരിചയത്തിനപ്പുറമുള്ള ബന്ധമോ ലോഹ്യമോ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി രക്ഷപ്പെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. CPM BJP രഹസ്യബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾ അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പിണറായി വിജയന് ദല്ലാൽ നന്ദകുമാറിനോട് മാത്രമേ പ്രശ്നമുള്ളൂ. ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല, പിന്നെ എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും കൂടിക്കാഴ്ച നടത്തിയത്? പ്രകാശ് ജാവ്ദേക്കറെ താനും പലതവണ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രി പോലുമല്ലാത്ത ജാവ്ദേക്കറെ പലതവണ കണ്ടത്? പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി EPയെ കൈയൊഴുകുകയാണെന്നും VD സതീശൻ പറഞ്ഞു. EP ജയരാജന്റെ വാദത്തെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. ജാവ്ദേക്കർ ചായ കുടിക്കാൻ വരാൻ ജയരാജന്റെ ഫ്ളാറ്റ് ചായപ്പിടുകയാണെന്ന് സുധാകരൻ ചോദിച്ചു. പ്രകാശ് ജാവ്ദേക്കർ വെറുതെ ജയരാജനെ കാണാൻ വന്നതല്ലെന്നും അതിനുശേഷം കച്ചവടം നടന്നുവെന്നും K സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും ജയരാജനും തമ്മിലുള്ള ശത്രുതയാണ് പാർട്ടി വിടാനുള്ള ശ്രമത്തിലേക്കും മറ്റും എത്തിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസ്താവനയും ഇതിന്റെ ഭാഗമാണെന്നും സുധാകരൻ പറഞ്ഞു. BJP ബന്ധത്തിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഉടനടി കൺവീനർ സ്ഥാനം രാജിവെക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ജയരാജനിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കടിച്ചു തൂങ്ങാതെ രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിനും അഭികാമ്യമെന്നും BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വന്നത്
CPM BJP ഡീൽ പുറത്തുവന്നതിന്റെ ജാള്യം മറയ്ക്കാനാണെന്നും ഹസൻ പറഞ്ഞു. CPM BJP അന്തർധാരയുണ്ടെന്ന് EP ജയരാജന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞാണ് സംഭാഷണങ്ങൾ നടക്കുന്നത്. കുറ്റക്കാരൻ ജയരാജനല്ല, പിണറായിയാണ്. ഇനി പാപി ആരാണെന്ന് അറിഞ്ഞാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. EP വിവാദം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല മാത്രമാണെന്ന് MV ഗോവിന്ദൻ. ഇന്നുവരെ മാത്രം ആയുസ്സുള്ള ആരോപണം മാത്രമാണിത്. പലരും വരും, പലരെയും കാണും, അതിലൊന്നും കുഴപ്പമില്ല. നന്ദകുമാർ ഫ്രോഡാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകാൻ സാധ്യതയില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളത്തിലെ 7ഓളം കോൺഗ്രസ് CPM നേതാക്കളുമായി BJPയിൽ ചേരുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പാർട്ടി മിഷണറി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ടു പോയതെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കടന്നുവരുമെന്ന് പറയുന്നത് ആ ചർച്ചയുടെയൊക്കെ വെളിച്ചത്തിലാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അത് മന്ത്രിയായാലും നേതാക്കളായാലും ജാഗ്രത വേണം. ഓരോ ചലനത്തിലും ചിരിയിലും ഹസ്തദാനത്തിൽ പോലും ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കണം പ്രവർത്തനം. UDFനെ വിശ്വസിക്കാനാകില്ലെന്ന് ജനങ്ങൾക്കറിയാം. അതിനാൽ ജനം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഒപ്പം നിൽക്കുമെന്നും റിയാസ് പറഞ്ഞു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. ആലത്തൂരിലെ പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ BJP തൃശൂർ മണ്ഡലത്തിലേക്ക് ഇറക്കുമതി ചെയ്തെന്ന് LDF. നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ടെന്നും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 9,000-ലേറെ പേർ ഇങ്ങനെ അനധികൃതമായി എത്തിയിട്ടുണ്ടെന്നും CPI നേതാവ് KP രാജേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായില്ല. അദ്ദേഹത്തിന്റെ വോട്ടർ ID കാർഡിന്റെ അതേ നമ്പറിൽ മറ്റൊരു തിരിച്ചറിയൽ കാർഡ് കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്യാബിനറ്റ് റാങ്കുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. അദ്ദേഹം കളക്ടർക്ക് പരാതി നൽകി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് CR മഹേഷ് MLA ഉൾപ്പെടെ 150 UDF പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. CPM സംസ്ഥാന സമിതി അംഗം സൂസൻ കോടിയെ ആക്രമിച്ചെന്ന പരാതിയിലാണ് കേസ്. UDF പ്രവർത്തകൻ കമ്പിവടി കൊണ്ട് തല ലക്ഷ്യമാക്കി സൂസനെ ആക്രമിച്ചെന്നും ഒഴിഞ്ഞുമാറിയതിനാൽ കൈക്ക് അടികൊണ്ട് പരിക്കേറ്റെന്നുമാണ് മൊഴി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ CR മഹേഷ് MLAക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിനെതിരെ അച്ചു ഉമ്മൻ CR മഹേഷിനെതിരെ നടന്നത് കൊടും ക്രൂരതയാണെന്നും അദ്ദേഹത്തിന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് കല്ലേറിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് കാട്ടുനീതിയാണെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു. ആദ്യം അവർ ബോംബ് കൊണ്ടുവന്നു, അത് പൊളിഞ്ഞു. പിന്നെ ക്ലിപ്പ് കൊണ്ടുവന്നു, അതും പൊളിഞ്ഞു. ഇതിലൊക്കെയുള്ള അസഹിഷ്ണുതയാണ് അവർ അക്രമത്തിലൂടെ കാണിക്കുന്നതെന്നും അച്ചു ഉമ്മൻ വിമർശിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തന്നെ വ്യക്തിഹത്യ നടത്തിയെന്ന് LDF സ്ഥാനാർത്ഥി M മുകേഷ്. താനൊരു കലാകാരനാണെന്ന് പോലും ഓർത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കുക മാത്രമാണ് താൻ ചെയ്തത്. തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രേമചന്ദ്രൻ തയ്യാറാകണമെന്നും മുകേഷ് പറഞ്ഞു. ഈജിപ്ഷ്യൻ തൊഴിലാളികൾക്ക് തൊഴിൽ പെർമിറ്റ് നൽകുന്നത് കുവൈത്ത് നിർത്തിവെച്ചതായി റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെയും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിലെയും ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തൊഴിലുടമകൾ നൽകിയ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നും കൂടാതെ കുവൈത്ത് ഇതര ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഓരോ തൊഴിലാളിക്കും ഇൻഷുറൻസ് എടുപ്പിക്കാൻ ചില ഈജിപ്ഷ്യൻ അധികൃതർ സമ്മർദ്ദം ചെലുത്തുന്നതായും തൊഴിലുടമകളുടെ പരാതികളിലുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.